സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വർഷം 65,000-ന് മുകളിൽ 65,000 മുതൽ 80,000 വരെ പുതിയ രോഗികൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. പക്ഷെ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട കാര്യം 3-ാമത്തെ 4-ാമത്തെ ഫേസിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴേക്കും ക്യാൻസർ ചികിത്സ വളരെ സങ്കീർണമാകും. ഈ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് കേരളം പോലെ ആരോഗ്യ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് എന്തിനാണ് ഈ 3-ാമത്തെയും 4-ാമത്തെയും ഫേസിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഫെബ്രുവരി 4-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം സ്ത്രീകൾ പുതുതായി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശൈലി ആപ്പ് വഴിയുള്ള പോപ്പുലേഷൻ സ്ക്രീനിങ്ങിലും ചിലരെയൊക്കെ സംശയിച്ചിരുന്നില്ല. അവരൊക്കെ ഉൾപ്പെടെ 1 ലക്ഷത്തോളം ആളുകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്തെങ്കിലും അവരിൽ ക്യാൻസർ പോസിറ്റീവ് ആണ് എന്നുള്ളത്, മാലിഗ്നൻസി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ജനകീയമായിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ്. അതിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. ഇപ്പോൾ സംഘടനകളും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിലെ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത ദിവസം ടെക്നോ പാർക്കിൽ നടക്കാൻ പോകുന്നു, ഇൻഫോ പാർക്കിൽ നടക്കാൻ പ്രത്യേക ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജും RCC MCC ഉള്ളിടങ്ങളിലെല്ലാം തന്നെ സ്ക്രീനിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് ആശുപത്രികൾ, പല പ്രൈവറ്റ് ആശുപത്രികളും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. അവരെ വിളിച്ചിരുന്നു. അപ്പോൾ അവര് ആ മീറ്റിംഗിൽ തന്നെ അവരത് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ലാബുകൾ പകുതി റേറ്റിന് ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം പ്രൈവറ്റിന് പോകേണ്ടവർക്ക്, സർക്കാർ മേഖലയിലുള്ളവർക്ക് BPL വിഭാഗത്തിന് മുഴുവൻ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. മാമോഗ്രാം 350 രൂപയ്ക്കാണ് ചെയ്യുന്നത്. പുറത്ത് 3000 ഒക്കെ ചെയ്യുമ്പോൾ 350 APL വിഭാഗത്തിന്, BPLന് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭയം മറികടന്നുകൊണ്ട് എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ്. ആദ്യത്തെ 1 മാസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്നാലും പുരുഷന്മാർക്ക് സ്ക്രീൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് ഈ അടുത്ത 12 മാസം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്.